ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. അതായത് നമ്മളുടെ LD ക്ലർക്ക് എക്സാമിന്റെ വിഷയങ്ങളാണ്. അതിലോരോ വിഷയങ്ങൾ എടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് തുടങ്ങിയാണ് ഈ ക്ലാസ് ആരംഭിച്ചത്. നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, ഇത് രണ്ടും ഈ രണ്ടിനെ കുറിച്ചും PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. PSCയുടെ സിലബസിൽ, LD ക്ലർക്കിന്റെ സിലബസിൽ ഉള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിച്ചു എന്താണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ പ്ലാനിങ്ങുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ രാജ്യവും പ്ലാനിങ്ങുകൾ നടത്തും. ഈ പ്ലാനിങ് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നത് USSR എന്ന് പറയുന്ന പഴയ സോവിയറ്റ് യൂണിയനിലാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? M. വിശ്വേശ്വരയ്യരാണ്. അദ്ദേഹത്തിന്റെ പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 വന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്ത ഭാഗമാണ് എന്തെന്ന് പറയുന്നത് നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നീതി ആയോഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു 2013 ഈ പറയുന്ന ഓഗസ്റ്റ് 15 നരേന്ദ്രമോദി രാജ്യത്തോട് അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് എന്തെന്നുള്ളത്, നമ്മള് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് സ്ക്രാപ്പ് ചെയ്യാൻ പോവുകയാണ്. പകരം നമ്മൾ പുതിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുകയാണ്. അതിന്റെ പേര് നീതി ആയോഗ് എന്നുള്ളതാണ്. കാരണം പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് 5 വർഷത്തേക്ക് വേണ്ടിയിട്ട് പ്ലാനിങ്ങുകൾ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അത് മാറിയിട്ട് ആധുനിക കാലഘട്ടത്തിന് അനുസരിക്കുന്ന രീതിയിൽ വികസനം വരുത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു കമ്മീഷന്റെ ആവശ്യകതയുണ്ട്. നമ്മൾ ചൈനീസ് മോഡലിലാണ് ഈ നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത് ചെയ്തിട്ടുള്ളത്, രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ നീതി ആയോഗിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട സംഭവം അല്ലെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ NITI, നീതി എന്ന് നമ്മൾ വിളിക്കുന്ന NITI എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നുള്ളതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? എന്തുകൊണ്ടാണ് അത് ഇൻസ്റ്റിറ്റ്യൂഷൻ? അത് വ്യക്തമായിട്ട് പഠിക്കണം. കാരണം PSC പലതവണ ഇതൊരു തെറ്റായിട്ട് ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നീതി എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്പെറന്റ് ഇന്ത്യ എന്നൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം PSC അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നോട്ട് ട്രാൻസ്പെറന്റ്. ഇതാണ് നീതി ആയോഗ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നീതി ആയോഗ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം തന്നെ പഠിക്കേണ്ടത്. അടുത്തത് നമ്മൾ പറഞ്ഞു 2013 ആഗസ്റ്റിലാണ് ഇതിന്റെ പ്രഖ്യാപനം വരുന്നത്. എന്നാൽ 2013 2014 ഓഗസ്റ്റിലാണ് ഇതിന്റെ പ്രഖ്യാപനം വരുന്നത്. 2015 ഈ പറയുന്ന നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനം എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിലവിൽ വന്നു. അപ്പോ ആ നിലവിൽ വന്ന വർഷം നമ്മൾ പഠിക്കണം. നിലവിൽ വന്ന വർഷവും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മൾ ആദ്യം പഠിച്ചത്? നമ്മൾ ആദ്യം പഠിച്ചത് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷത്തെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത്. അതെന്നാണ്? അത് 1 ജാനുവരി 2015 നീതി ആയോഗ് നിലവിൽ വരുന്നത്. അതിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് നിലവിൽ വന്നത് 1 ജനുവരി 2015.
ഇത് എന്തിനു പകരം വന്നതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്? ഇത് പകരം വന്നത് പ്ലാനിംഗ് കമ്മീഷന് പകരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംവിധാനവും പ്ലാനിംഗ് കമ്മീഷൻ പോലെ തന്നെ ആയിരിക്കും. നമ്മൾ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനമല്ല. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണോ? അതുമല്ല. മറിച്ച് എന്താണ്? അത് ഒരു അഡ്വൈസറി ബോഡി മാത്രമാണ്, ഒരു ഉപദേശക സമിതി മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ ഇതിനെ കുറിച്ച് പറയുന്നില്ല, പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പറയുന്നില്ല. ഇന്ത്യൻ പാർലമെന്റ് നിയമിച്ച ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ത് രൂപപ്പെട്ടത്? പ്ലാനിംഗ് കമ്മീഷൻ രൂപപ്പെട്ടത്. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? നീതി ആയോഗിനും അത് ബാധകമാണ്. എന്താണ്? നീതി ആയോഗ് എന്തല്ല, ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അതായത് എന്താണ്? ഭരണഘടനയിൽ എവിടെയും തന്നെ നീതി ആയോഗിനെ കുറിച്ച് പറയുന്നില്ല. നീതി ആയോഗ് എന്തല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമല്ല. അതായത് ഇന്ത്യൻ പാർലമെന്റ് നിയമിച്ച അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ച ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല. മറിച്ച് എന്താണ്? അതൊരു ഉപദേശക സമിതിയാണ്. അഡ്വൈസറി ബോർഡ് എന്ന് നമുക്ക് എന്ത് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. അതൊരു ഉപദേശക സമിതിയാണ്, അല്ലെങ്കിൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമല്ല എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. അപ്പോൾ നീതി ആയോഗിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. രൂപീകരിക്കപ്പെട്ട ദിവസമാണ് 1 ജാനുവരി 2015. ഇതൊരു എന്തല്ല, ഭരണഘടനാ സ്ഥാപനമോ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമോ അല്ല, മറിച്ച് ഇതെന്താണ്? ഇതൊരു ഉപദേശക സമിതിയാണ്, ഒരു അഡ്വൈസറി ബോഡിയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല ഇതിന്റെ ചുമതലകൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുക. എന്താണ്? ഇന്ത്യയുടെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് എന്താണ്? പദ്ധതികൾ ആവിഷ്കരിക്കുക. ആ പദ്ധതികളെ കുറിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എന്ത് ചെയ്യുക? ഉപദേശിക്കുക മുതലായ പരിപാടികൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? നീതി ആയോഗ് എന്ന് പറയുന്നത്. മാത്രമല്ല അടുത്ത പോയിന്റ് നോക്കുക, ദേശീയ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചിന്താ സംഭരണിയാണ്. ചിന്താ സംഭരണി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അതിന്റെ ഇംഗ്ലീഷ് ഫോം പഠിക്കേണ്ടതുണ്ട്. എന്താണ്? ഇന്ത്യയുടെ തിങ്ക് ടാങ്ക്. എന്താണ് തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത്? എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നീതി ആയോഗ് ആണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ചിന്താ സംഭരണി എന്ന് പറയുന്നത്? ഒരു മിനിറ്റ്. എന്തുകൊണ്ടാണ് തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ ചിന്താ സംഭരണി എന്ന് പറയുന്നത്? നമ്മളുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ പുതിയൊരു ഇന്ത്യയെ നമ്മൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ, എല്ലാ കാര്യങ്ങളും പ്രദാനം ചെയ്യുന്നത് എന്താണ് ഇനി മുതൽ? അത് നീതി ആയോഗാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് തിങ്ക് ടാങ്ക് ഓഫ് ഇന്ത്യ. എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചിന്താ സംഭരണി എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ സംബന്ധിച്ച് എന്താണ്? അത് നീതി ആയോഗാണ്. അത് എന്താണ്? നീതി ആയോഗാണ്. മൂന്നാമത്തേത് എന്താണ്? സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുക. സഹകരണ ഫെഡറലിസം, കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുക. അപ്പോ സ്വാഭാവികമായിട്ടും എന്താണ് സഹകരണ ഫെഡറലിസം എന്ന് നമ്മൾ അറിയണം. അതായത് ഫെഡറലിസം എന്ന് പറയുന്നത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങൾക്കുമായിട്ട്, അതായത് ഒരു യൂണിയനും സ്റ്റേറ്റിനുമായിട്ട് അധികാരം വിഭജിച്ചു നൽകുന്ന ഒരു സംവിധാനമാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫെഡറലിസം എന്ന് പറയുക. അപ്പോ ഇന്ത്യ പൂർണ്ണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്താണ്? ഒരു ഫെഡറലിസ്റ്റ് രാജ്യത്തിന് ഒരു വളരെ മികച്ച ഒരു ഉദാഹരണമാണ്. ഇന്ത്യ അത്രയും മികച്ച ഒരു ഉദാഹരണമല്ല. കാരണം എന്താണ്? ഇന്ത്യക്ക് എന്താണ്? കേന്ദ്രത്തിന് കൂടുതൽ അധികാരങ്ങളുണ്ട്. ശക്തമായ കേന്ദ്രത്തോടുകൂടിയ ഒരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യക്കുള്ളത്. പക്ഷെ എന്താണ്? അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്താ? ഫെഡറലിസത്തിന് ഒരു മികച്ച ഉദാഹരണമായിട്ടുള്ള രാജ്യമാണ്. അതായത് ഒരു കേന്ദ്രമുണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള അധികാരങ്ങൾ ഉണ്ടാവും, സംസ്ഥാനങ്ങൾ ഉണ്ടാവും, സംസ്ഥാനങ്ങൾക്ക് എന്താണ്? അവരുടെ അധികാരങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ അധികാരം കേന്ദ്രം സംസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് വിഭജിച്ചു നൽകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫെഡറലിസം എന്ന് പറയുക. നമ്മള് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പഠിച്ചപ്പോൾ
പ്ലാനിംഗ് കമ്മീഷന്റെ സ്വഭാവം എന്താണ്? പ്ലാനിംഗ് കമ്മീഷനിൽ ഒരിക്കലും താഴെക്കടയിലുള്ള സ്റ്റേറ്റുകളെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, സ്റ്റേറ്റുകളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷനിൽ പരിഗണിക്കാറില്ല. മറിച്ച് കേന്ദ്രത്തിൽ നിന്നൊരു തീരുമാനം ഉണ്ടാക്കും, അത് സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള രീതിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ പിന്തുടർന്നിരുന്നത്. എന്നാൽ ഇവിടെ മറിച്ചാണ്, സ്റ്റേറ്റുകൾക്കും അവരുടേതായിട്ടുള്ള പ്ലാനിങ്ങുകൾക്കും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്താ പറയുന്ന ഇന്ത്യയുടെ വളർച്ചക്ക് അവരുടേതായിട്ടുള്ള അവരുടെ പോളിസീസ് അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എല്ലാം നീതി ആയോഗ് എന്ത് ചെയ്യും, പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ചെയ്യുന്നത്, ഇത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്ന എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് സഹകരണ ഫെഡറലിസം എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്തുന്നു. അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള എന്താണ്, നല്ല ഒരു മികച്ച ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള അർത്ഥമാണ്. പിന്നെ എന്താണ്, വിവിധ മന്ത്രാലയങ്ങളെ ഏകോപിപ്പിക്കുന്നു. എന്താണ്, വിവിധ മന്ത്രാലയങ്ങളെ ഏകോപിപ്പിക്കുന്നു. എന്താണ്, വിവിധ മന്ത്രാലയങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, അവ നടപ്പിലാക്കുന്നു. ഇപ്പോ നമ്മളുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, PWD ഒരു റോഡ് പണിയും. ഈ റോഡ് പണിത് നല്ല ഒരു റോഡ് അങ്ങാട്ട് പണിത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനിയൊന്ന് മര്യാദക്ക് 2 വീലറുമായിട്ട് ആ വഴി ഒന്ന് പോകാം എന്ന് കരുതുമ്പോൾ തൊട്ട് പുറകെ ആര് വരും, വാട്ടർ അതോറിറ്റിക്കാരിങ്ങ് വരും. അവർ വന്നിട്ട് എന്ത് ചെയ്യും, ഈ പണിതിട്ടേക്കുന്ന റോഡ് കുത്തിപ്പൊളിച്ച് പൈപ്പിടും. അവിടെ എന്താ നടക്കുന്നത്, അവിടെ കേരളത്തിലുള്ള 2 വകുപ്പുകൾ തമ്മിൽ എന്ത് നടക്കുന്നില്ല, അവർ തമ്മിൽ ഒരു ഏകോപനം നടക്കുന്നില്ല. റോഡ് പണിയുന്നത് PWDയോ, PWD ചെയ്യാൻ പോകുന്നത് റോഡ് പണിയുന്നത് വാട്ടർ അതോറിറ്റിയോ, വാട്ടർ അതോറിറ്റി കുഴലിടാൻ പോകുന്നത് PWDയോ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അവർ തമ്മിൽ ഒരു ഏകോപനമില്ല. എന്നാൽ നീതി ആയോഗ് എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയല്ല നീതി ആയോഗ് പ്രവർത്തിക്കുന്നത്. നീതി ആയോഗ് എല്ലാ മന്ത്രാലയങ്ങളെയും കൂടി കൂട്ടി എന്താണ്, ഒരുമിച്ച് കൂട്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇതാണ് നീതി ആയോഗിന്റെ പ്രധാന ചുമതലകളായിട്ട് പറയുന്നത്. നമുക്കിത് എന്തായിട്ട് ഈ ചുമതലകൾ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ടും കണക്കാക്കാവുന്നതാണ്. എന്തൊക്കെയാണ്, ഇന്ത്യയുടെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടിയാ പ്രവർത്തിക്കുന്നത്, ഇന്ത്യയുടെ വികസനത്തിന് പുരോഗതിക്ക് വേണ്ടിയിട്ടാ. പിന്നെ എന്തായിട്ട് പ്രവർത്തിക്കുന്നു, തിങ്ക് ടാങ്ക്, ചിന്താ സംഭരണിയായിട്ട് പ്രവർത്തിക്കുന്നു. മാത്രമല്ല മൂന്നാമത്തെ എന്താ പറഞ്ഞത്, സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുന്നു. 4 എന്താ പറഞ്ഞത്, വിവിധ മന്ത്രാലയങ്ങളെ തമ്മിൽ എന്താണ്, ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് ആര് ചെയ്യുന്നത്, ഇതാണ് നീതി ആയോഗ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ചുമതലകൾ തന്നെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം എന്ന് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് ആയിട്ടും നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ടും നമുക്ക് ഈ ചുമതലകളെ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ലക്ഷ്യങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പോയിന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു 6ഓളം പോയിന്റുകൾ. ഇത് എന്തുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ SCERT പാഠപുസ്തകത്തിൽ ഈ പറയുന്ന നീതി ആയോഗിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായിട്ട് നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ പറയുന്ന ഭാഗങ്ങളാണ് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്ന 6 പോയിന്റുകൾ. SCERT പാഠപുസ്തകത്തിൽ വന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവയെല്ലാം പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിന് PSC ഇവിടെ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ എന്താണ്, ആ ലക്ഷ്യങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. എന്താണ് ലക്ഷ്യങ്ങൾ, SCERT പാഠപുസ്തകത്തിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നോക്കാം, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. എന്താണ്, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഇപ്പോ നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന പരിപാടി, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഷെയറുകൾ വിറ്റഴിച്ചുകൊണ്ട് അത് പ്രൈവറ്റൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കുന്നു. എന്തുകൊണ്ടാണ്, അത് നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യമാണ്. അതായത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ എന്ത് ചെയ്യാൻ പാടില്ല,
അവരുടെ പങ്കാളിത്തം കുറക്കണം. അവിടെ പകരം ആരെ കൊണ്ടുവരണം? മുതലാളിമാരെ കൊണ്ടുവന്ന അവരുടെ പങ്കാളിത്തം എന്ത് ചെയ്യണം? അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന അവരുടെ പങ്കാളിത്തം കൂട്ടണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? രാജ്യത്തിന് വികസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് പറയുന്നത്, വ്യവസായ സേവന മേഖലകളിൽ എന്ത് ചെയ്യുക? സർക്കാർ പങ്കാളിത്തം കുറക്കുക. ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് SCERT പാഠപുസ്തകത്തിൽ പറയുന്നത് അതാണ്. രണ്ടാമത്തെ നോക്കുക, കാർഷിക മേഖലയും മിശ്ര ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. എന്താണ്? കാർഷിക മേഖലയെ മിശ്ര ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. അതായത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഗോതമ്പ് മാത്രം ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു വിള മാത്രം ചെയ്യാതെ, എന്താണ്, സമ്മിശ്രമായിട്ടുള്ള വിളകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? കാർഷിക മേഖലയിൽ ഒരു പുരോഗതി കൊണ്ടുവരിക. മൂന്നാമത്തേത്, നിങ്ങൾക്കറിയാം, മധ്യവർഗം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ രാജ്യത്തും എന്താണ്? ഒരു സുശക്തമായിട്ടുള്ള ഒരു വിഭാഗമാണ്. ഈ മധ്യവർഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ത് ചെയ്യുക? നേടുവാനായിട്ട് ഉപയോഗപ്പെടുത്തുക. മധ്യവർഗത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? രാജ്യത്തിനൊരു സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുവാനായിട്ട് അവരെ ഉപയോഗപ്പെടുത്തുക. മൂന്നാമത്തേത്, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുവാൻ എന്ത് ചെയ്യുക? പ്രയോജനപ്പെടുത്തുക. നാലാമത്തേത്, പ്രവാസികളുടെ സേവനം സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. എന്താണ്? പ്രവാസികളുടെ സേവനം. അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള പ്രവാസികൾ ഉണ്ടാവും. അവിടെ എന്താണ്? നല്ല ഒരുപാട് കാശുകളുള്ള ആളുകൾ ഉണ്ടാവും. അവരുടെ കാശുകളൊക്കെ എന്ത് ചെയ്യുക? ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവരുടെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എന്ത് ചെയ്യുക? ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രവാസികളുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അടുത്ത അഞ്ചാമത്തേത്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നഗരങ്ങളെ എന്ത് ചെയ്യുക? സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കുക. അതായത് ഒരുപാട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നഗരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സെക്യൂരിറ്റിയോടുകൂടി മനുഷ്യർക്ക് ജീവിക്കാനുള്ള പ്രദേശങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ എന്ത് ചെയ്യുക? നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അടുത്തെന്താണ്? അടുത്തത്, ആഗോള മാറ്റങ്ങളെയും വിപണി ശക്തികളുടെ ഇടപെടലുകളെയും എന്ത് ചെയ്യണം? നേരിടുവാനായിട്ട് രാജ്യത്തെ എന്ത് ചെയ്യുക? പ്രാപ്തമാക്കുക. നമ്മൾ പറഞ്ഞു, ഗ്ലോബലൈസേഷനൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ലോകം മുഴുവൻ ഇപ്പോൾ എന്താണ്? ഒരൊറ്റ മാർക്കറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ മാർക്കറ്റിനെയും എന്ത് ചെയ്യും? അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ബാധിക്കും. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അതിനേത് നിമിഷവും നേരിടുന്നതിന് സുസജ്ജമായിട്ടിരിക്കുക, രാജ്യത്തെ എന്താണ്? സുസജ്ജമായിട്ട് വെക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? നീതി ആയോഗിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടുവാൻ എന്ത് ചെയ്യുക? രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അടുത്തത്. അപ്പൊ എത്ര എണ്ണമാണ്? 6 എണ്ണമാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പഠിച്ചത്. SCERT പാഠപുസ്തകത്തിൽ ഉള്ള പോയിന്റുകളാണ്. എന്തെല്ലാമാണ്? ഒന്നാമത്തേത്, വ്യവസായ സേവന മേഖലകളിൽ എന്ത് ചെയ്യുക? സർക്കാരിന്റെ പങ്കാളിത്തം കുറക്കുക. കാർഷിക മേഖലയിൽ മിശ്ര ഉൽപാദനത്തിലൂടെ എന്ത് ചെയ്യുക? പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രബല മധ്യവർഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. പ്രവാസികളുടെ സേവനം, അതായത് പ്രവാസികളുടെ സേവനം ഉപയോഗിച്ച് സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് എന്ത് ചെയ്യുക? വേണ്ടിയിട്ട് അവരുടെ സേവനം ഉപയോഗിക്കുക. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ്? നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പിന്നെ എന്താണ്? ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടുവാനായിട്ട് എന്ത് ചെയ്യുക? രാജ്യത്തെ സുശക്തമാക്കുക അല്ലെങ്കിൽ പ്രാപ്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? SCERT പാഠപുസ്തകത്തിൽ പഠിക്കുന്നത്. അതെന്ത് ചെയ്യണം? നിങ്ങൾ വളരെ കൃത്യമായിട്ട് കാണാതെ പഠിക്കുകയല്ല, വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഒരു ചോദ്യം വന്നാൽ കാണാതെ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതുവാനായി പറയും. ഇതൊക്കെ ഇങ്ങനെ കാണാതിരുന്നിട്ട് ഇങ്ങനെ പ്രാപ്തമാക്കുക എന്ന് പഠിക്കുകയല്ല ചെയ്യേണ്ടത്.
വളരെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്താണ് സംഭവങ്ങൾ എന്നുള്ളത് എന്ത് ചെയ്യുക, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ കമ്പോസിഷൻ എന്ന് പറയും. സ്ട്രക്ചർ, ഘടന എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് കമ്പോസിഷൻ എങ്ങനെയാണ്, ഘടന എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇനി നോക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത് പ്ലാനിംഗ് കമ്മീഷന്റെ പോലെ തന്നെയാണ്. എന്താണ്, ഒരു ചെയർമാൻ ഉണ്ടാവും, എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നാണ് പറയുക. അതായത് നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്, പ്രധാനമന്ത്രിയാണ്. എന്താണ്, പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയും. അപ്പൊ എന്താണ് എക്സ് ഒഫീഷ്യോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. എന്താണ് എക്സ് ഒഫീഷ്യോ? അതായത് ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾ എന്ന് കരുതുക, അദ്ദേഹം ആ പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് എന്ത് ചെയ്യും, ചെയർമാൻഷിപ്പ് വഹിക്കേണ്ടി വരും. അതിനെയാണ് എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളുടെ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്, ഉപരാഷ്ട്രപതിയാണ്. അതുകൊണ്ട് നമ്മൾ ആ ചേംബറിനെ വിളിക്കുന്ന പേര് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്നാണ്. എന്താണ്, എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. അതായത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാകുന്നു അയാൾക്ക് വേണ്ടിയിട്ട് രാജ്യസഭയുടെ ചെയർമാൻഷിപ്പ് അവിടെ എന്താണ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഉപരാഷ്ട്രപതിയാകുന്നു അദ്ദേഹം തന്നെ എന്താകും, രാജ്യസഭയുടെ ചെയർമാൻ ആകും, അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആകും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ വരുന്നോ അദ്ദേഹമായിരിക്കും എന്തെന്ന് പറയുന്നത്, അദ്ദേഹമായിരിക്കും നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്, പ്രധാനമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം, ആദ്യത്തെ ചെയർമാൻ ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. കാരണം നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ചെയർമാനും നിലവിലത്തെ ചെയർമാനും ആരാണ്, അത് നരേന്ദ്രമോദിയാണ്. ഇനി നരേന്ദ്രമോദി മാറി അടുത്ത പ്രധാനമന്ത്രിയായിട്ട് അമിത്ഷാ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അമിത്ഷാ എന്തായിട്ട് വരും, ചെയർമാൻ ആയിട്ട് വരും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ ആദ്യത്തെ ചെയർമാൻ ആരാണ്, നരേന്ദ്രമോദിയാണ്. രണ്ടാമത്തേത്, ഇതിന് വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും. ഉപാധ്യക്ഷൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നമ്മൾ ഇവിടെയൊക്കെ കണ്ടത് തന്നെയാണ്, അതായത് പ്ലാനിംഗ് കമ്മീഷനിൽ കണ്ടത് തന്നെ കാര്യങ്ങളാണ്. വൈസ് ചെയർമാൻ ഉണ്ടാവും. ഈ വൈസ് ചെയർമാനെ നിയമിക്കുന്നത് ആരായിരിക്കും, വൈസ് ചെയർമാനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. എന്താണ്, അപ്പോയിന്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. വൈസ് ചെയർമാനെ നിയമിക്കുന്നത് ആരായിരിക്കും, പ്രധാനമന്ത്രി ആയിരിക്കും. ഈ വൈസ് ചെയർമാന്റെ പദവി എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർക്കുള്ള എല്ലാ അവകാശങ്ങളും ആർക്കുണ്ടാകും, നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും. എന്താണ്, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർക്കുള്ള എല്ലാ അവകാശങ്ങളും ആർക്കുണ്ടായിരിക്കും, ഒരു നീതി ആയോഗിന്റെ വൈസ് ചെയർമാനും ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്, ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന വൈസ് ചെയർമാൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം ഉണ്ടാവും, ആരാണ് ആദ്യത്തെ വൈസ് ചെയർമാൻ, നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്, അദ്ദേഹത്തിന്റെ പേരാണ് അരവിന്ദ് പനഗരിയ. എന്താണ്, അരവിന്ദ് പനഗരിയ. ഈ പറയുന്ന നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആണ് അരവിന്ദ് പനഗരിയ. ഇദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്, ഇന്ത്യ ദ ട്രാൻസ്ഫോമിംഗ് ജയന്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. ആദ്യത്തെ വൈസ് ചെയർമാന്റെ പേര് അരവിന്ദ് പനഗരിയ. അദ്ദേഹം രചിച്ച പുസ്തകമാണ് ഇന്ത്യ ദ ട്രാൻസ്ഫോമിംഗ് ജയന്റ് എന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റൊരു ചോദ്യം അവിടെ ഉയർന്നു വരും, ആരാണ് നിലവിലെ
ചെയർമാൻ എന്ന് പറയുന്നത്? അത് സുമൻ ബേരിയാണ്. ആരാണ്? സുമൻ ബേരിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഈ പറയുന്ന നോട്ടിൽ ഉൾപ്പെടുത്താത്തത്? ഈ പറയുന്ന നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് മാറ്റങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. നിങ്ങളുടെ നോട്ടിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കേണ്ടതും ആണ്. അപ്പോ ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയാണ്. നിലവിലേത് സുമൻ ബേരിയാണ്. ഇത് കൂടാതെ പ്ലാനിംഗ് കമ്മീഷനിൽ ഇല്ലാതിരുന്ന ഒരു പൊസിഷൻ കൂടി ഇവിടെ അഡീഷണൽ ആയിട്ട് നീതി ആയോഗിനുണ്ട്. അത് എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന പദവിയാണ്. എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ എന്ന് പറയും. അതായത് നീതി ആയോഗിന്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് എന്തെന്ന് പറയുന്നത് സിഇഒ അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഇതിന് ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും ആരായിരിക്കും? നിയമിക്കുന്നതും പ്രധാനമന്ത്രി തന്നെയായിരിക്കും. പ്രധാനമന്ത്രി തന്നെയായിരിക്കും. നമ്മൾ പറഞ്ഞു വൈസ് ചെയർമാന്റെ പദവി എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് തുല്യമാണെങ്കിൽ ഈ പറയുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പദവി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് സെക്രട്ടറിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ്. അതായത് ഗവൺമെന്റ് സെക്രട്ടറിമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഗതാഗത സെക്രട്ടറി, കേരളത്തിന്റെ പുതിയ ഗതാഗത സെക്രട്ടറി വന്നു. ആരാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? കേരളത്തിന്റെ പുതിയ ഗതാഗത സെക്രട്ടറി ആരാണ്? വാസുകി IAS ആണ്. വാസുകി IAS ആണ് കേരളത്തിന്റെ, അതായത് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് ആരായിരിക്കും? ഗതാഗത സെക്രട്ടറി ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ സിഇഒ എന്ന് പറയുന്നതും ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ളതാണ്. ബഹുഭൂരിപക്ഷവും ആരായിരിക്കും? ഈ പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും ഇതിന്റെ സിഇഒ ആയിട്ട് വരിക. അപ്പോ ഗവൺമെന്റ് സെക്രട്ടറിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ്. ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത് ആരാണ്? ശ്രീമതി സിന്ധു ശ്രീ ഗുള്ളർ ആണ്. എന്താണ്? ശ്രീമതി സിന്ധു ശ്രീ ഗുള്ളർ. സിന്ധു ശ്രീ ഗുള്ളർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ പേരെന്ന് പറയുന്നത്. സിന്ധു ശ്രീ ഗുള്ളർ. ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത് ആരാണ്? അത് സിന്ധു ശ്രീ ഗുള്ളർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയും ഒരു ചോദ്യം ഉണ്ടാകുന്നു. എന്താണ്? നിലവിലെ സിഇഒ ആരാണ്? നിലവിലെ സിഇഒ BVR സുബ്രഹ്മണ്യമാണ്. ആരാണ്? BVR സുബ്രഹ്മണ്യം. അവിടെ നമ്മൾ മലയാളികൾ ആയതുകൊണ്ട് തന്നെ പ്രസക്തമായ മറ്റൊരു ചോദ്യം ഉണ്ടാകുന്നു. ഈ സിഇഒ ആയിരുന്ന, നീതി ആയോഗിന്റെ സിഇഒ ആയിരുന്ന മലയാളി ആരാണ്? എന്താണ്? സിഇഒ ആയിരുന്ന മലയാളി ആരാണ്? അറിയാവുന്ന ആളുകൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ആർക്കും അറിയില്ല. പോട്ടെ. ഈ ഇപ്പോഴത്തെ BVR, ഇപ്പോഴത്തെ ആരാണെന്ന് നമ്മൾ പറഞ്ഞു? BVR സുബ്രഹ്മണ്യമാണെന്ന് പറഞ്ഞു. BVR സുബ്രഹ്മണ്യത്തിന് മുമ്പിലുള്ള മുമ്പത്തെ സിഇഒ ആരായിരുന്നു? BVR സുബ്രഹ്മണ്യത്തിന് മുമ്പുള്ള സിഇഒ ആരായിരുന്നു? പരമേശ്വര അയ്യർ ആണോ? ഉറപ്പില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക? പോയിട്ട് നോക്കുക കേട്ടോ, നോക്കി കണ്ടുപിടിക്കുക. പരമേശ്വര അയ്യർ. അദ്ദേഹം എന്തുകൊണ്ടാണ് സിഇഒ സ്ഥാനം ഒഴിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഇപ്പോൾ വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരിൽ ഒരാളാണ്. ഇന്ത്യയുടെ നോമിനി ആയിട്ടുള്ള വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരിൽ ഒരാളാണ് പരമേശ്വര അയ്യർ എന്ന് പറയുന്നത്. അദ്ദേഹം അവിടേക്ക് പോയത് കൊണ്ടാണ് അദ്ദേഹം സിഇഒ സ്ഥാനം ഒഴിഞ്ഞത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. മാത്രമല്ല ഇതിൽ മൊത്തം സ്ഥിരം അംഗങ്ങളുടെ പെർമനന്റ് മെമ്പേഴ്സിന്റെ അംഗം എന്ന് പറയുന്നത് 5 ആണ്. പെർമനന്റ് മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. അത് എന്താണ്? വൈസ് ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ്. വൈസ് ചെയർമാൻ പ്ലസ് 4 അംഗങ്ങൾ, അങ്ങനെ 5 ആണ് എന്തെന്ന് പറയുന്നത് ഇതിലെ സ്ഥിരം അംഗങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ടെമ്പററി മെമ്പേഴ്സ് ഉണ്ട്, താൽക്കാലിക അംഗങ്ങൾ ഉണ്ടാവും. ഈ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്.
താൽക്കാലിക അംഗങ്ങൾ അല്ലെങ്കിൽ ടെമ്പററി മെമ്പേഴ്സ് എന്ന് പറയുന്നവരുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 2ആണ്. കാരണം 2 പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? കൂടുവാനായിട്ട് പാടുള്ളതല്ല. താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം എന്ത് ചെയ്യാൻ പാടില്ല? 2ൽ കൂടുവാനായിട്ട് പാടുള്ളതല്ല. ഇനി ഈ പറയുന്ന സ്ഥിരാംഗങ്ങളുണ്ട്, താൽക്കാലിക അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? എക്സ് ഒഫീഷ്യോ മെമ്പർമാരുണ്ട്. എന്താണ്? എക്സ് ഒഫീഷ്യോ മെമ്പർമാരുണ്ട്. എക്സ് ഒഫീഷ്യോ മെമ്പർമാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? അത് 4ആണ്. എന്താണ്? എക്സ് ഒഫീഷ്യോ മെമ്പർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 4 പേരാണ്. ഈ 4 പേരെന്ന് പറയുന്നത് എന്താണ്? കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളായിരിക്കും. എക്സ് ഒഫീഷ്യോ മെമ്പർമാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിമാരായിരിക്കും. നിലവിൽ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, അർജുൻ മുണ്ടെ, ഇങ്ങനെ ഇത്രയും പേരാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്? ഇതിന് മാറ്റങ്ങൾ വരും. മാറ്റം വരുന്നതിനനുസരിച്ച് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ എക്സ് ഒഫീഷ്യോ മെമ്പർമാരെ ഈ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് 4 പേരെ നോമിനേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? അത് ഈ പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയായിരിക്കും. മാത്രമല്ല അടുത്തൊരു വിഭാഗമുണ്ട്, പ്രത്യേക ക്ഷണിതാക്കൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവൈറ്റീസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രത്യേക ക്ഷണിതാക്കൾ ഇവരെന്തായിരിക്കും? ഇവര് അതത് മേഖലകളിൽ എന്താണ് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവരുടെ സഹായം നമുക്ക് എന്താ വേണ്ടി വരും? പല പ്ലാനിങ്ങുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ആവശ്യം വരും. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേക ക്ഷണിതാക്കളായിട്ട് ഇതിന്റെ മീറ്റിങ്ങിലോട്ടൊക്കെ ക്ഷണിക്കുകയും അവരുടെ എക്സ്പെർട്ട് ഒപ്പീനിയൻ നമ്മൾ എന്ത് ചെയ്യും? സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ എന്താണ്? ഈ പറയുന്ന ചെയർമാൻ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, പിന്നെ എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്. ചെയർമാൻ ഉൾപ്പെടെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ 5 സ്ഥിരാംഗങ്ങളുണ്ട്, 2 താൽക്കാലിക അംഗങ്ങളുണ്ട്, 4 എക്സ് ഒഫീഷ്യോ മെമ്പർമാരുണ്ട്. പിന്നെ എന്താണ്? പ്രത്യേക ക്ഷണിതാക്കൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും ഉണ്ട്. ഇതാണ് നീതി ആയോഗിന്റെ സ്ട്രക്ചറിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗിന് മറ്റു 2 ഭാഗങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ഗവേണിംഗ് കൗൺസിലും, രണ്ടാമത്തേത് എന്താണ്? റീജിയണൽ കൗൺസിലും. എന്താണ്? ഗവേണിംഗ് കൗൺസിലും റീജിയണൽ കൗൺസിലും. നമുക്ക് നോക്കാം. ഈ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗവേണിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ NDC എന്ന് പറയുന്നത് പഠിച്ചിട്ടില്ലേ? NDC നമ്മളിനി തൊട്ടു മുന്നില് പഠിച്ച കാര്യമാണ്. ദേശീയ വികസന സമിതി എന്ന് പറയുന്നത്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്ന NDC. എന്തായിരുന്നു NDCയുടെ കടമ എന്ന് പറയുന്നത്? പഞ്ചവത്സര പദ്ധതികൾക്ക് അപ്രൂവ് നൽകുക എന്നുള്ളതാണ്. ഇപ്പൊ അന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്താണ്? NDC എന്താണ്? ഔദ്യോഗികമായി പിരിച്ചുവിട്ടിട്ടില്ല, പക്ഷെ അതെന്താണ്? പ്രവർത്തനരഹിതമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീതി ആയോഗ് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ നീതി ആയോഗ് പറയുന്ന കാര്യങ്ങൾ, അവരുടെ പ്ലാനിങ്ങുകൾ, പദ്ധതികൾ, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്നത് NDC അല്ല, മറിച്ച് ആരാണ്? അത് ഈ ഗവേണിംഗ് കൗൺസിലാണ്. ആരാണ്? ഗവേണിംഗ് കൗൺസിലാണ് ഈ പറയുന്ന നീതി ആയോഗ് പറയുന്ന പദ്ധതികൾക്ക് എന്ത് കൊടുക്കുന്നത്? അംഗീകാരം നൽകുന്നത്. ഇതിൽ ആരൊക്കെ അംഗങ്ങളായിട്ടുണ്ട്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ എന്തിൽ അംഗമാണ്? ഈ പറയുന്ന ഗവേണിംഗ് കൗൺസിൽ അംഗമാണ്. എന്താണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ. ഞാൻ പറഞ്ഞു, പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്റ്റേറ്റുകളെ പരിഗണിച്ചിരുന്നില്ല എങ്കിൽ എന്താണ്? ഇവിടെ എന്താണ്? സ്റ്റേറ്റും കേന്ദ്രവും എന്താണ്? പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവേണിംഗ് കൗൺസിലിൽ ആരുണ്ട്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ എന്താണ്? അതിൽ അംഗമാണ്. മാത്രമല്ല കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാർ എന്ന് പറയും. അഡ്മിനിസ്ട്രേറ്റർമാരെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നുള്ളത്? ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നുള്ളത്. ഈ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള എല്ലാ ലഫ്റ്റനന്റ് ഗവർണർമാരും എന്തിൽ അംഗമാണ്? ഗവേണിംഗ് കൗൺസിലിൽ അംഗമാണ്. ഇനി നിങ്ങൾക്കറിയാം, ചില കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് എന്തുണ്ട്? മുഖ്യമന്ത്രിമാരുണ്ട്. ഉദാഹരണം പുതുച്ചേരി, ഡൽഹി,
ജമ്മു കാശ്മീരിൽ നിലവിൽ ഇല്ല. എന്തുകൊണ്ടാണ്? അവിടെ ഇപ്പൊ രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ എന്താണ്, ഒരു നിയമസഭയില്ല, മുഖ്യമന്ത്രിയില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. അവിടെ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ നടക്കുകയും മുഖ്യമന്ത്രി ഉണ്ടാവുകയും ചെയ്താൽ അദ്ദേഹവും എന്തിലേക്ക് വരും? അദ്ദേഹവും ഗവേണിംഗ് കൗൺസിലിലേക്ക് വരും. അപ്പൊ എന്താണ്, എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പുതുച്ചേരി, ഡൽഹി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഇവരെല്ലാം കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇനി റീജിയണൽ കൗൺസിൽ ഉണ്ട്. റീജിയണൽ കൗൺസിൽ ഇത് ഒരു പ്രത്യേക പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നീതി ആയോഗ് എന്തുണ്ടാക്കുന്നത്? റീജിയണൽ ആയിട്ടുള്ള കൗൺസിൽ ഉണ്ടാക്കുന്നത്. ഉദാഹരണം, നോർത്ത് ഈസ്റ്റ് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് കുറച്ച് വികസന പരിപാടികൾക്കും അവർക്ക് വേണ്ട എന്താണ്, അവരുടെ സംസ്കാരത്തിനൊക്കെ യോജിക്കുന്ന രീതിയിലുള്ള കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കണം. അപ്പോ അങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു റീജിയണൽ കൗൺസിൽ രൂപീകരിക്കും. അതാണ് പ്രത്യേക പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റീജിയണൽ കൗൺസിൽ രൂപീകരിക്കുന്നത്. ഇതിനെന്താണ്, ഒരു പ്രത്യേകമായിട്ടുള്ള കാലാവധി ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അവരുടെ ആ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നത് വരെ ആയിരിക്കും, ഇല്ലെങ്കിൽ എന്താണ്, തുടങ്ങുമ്പോൾ ഇത്ര വർഷത്തേക്ക് എന്നുള്ള അവരുടെ എന്താണ് ഒരു കാൽക്കുലേഷൻ ആയിരിക്കും എന്ന് പറയുന്നത് ഈ കാലാവധി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ എല്ലാ സ്ഥലത്തുള്ള മുഖ്യമന്ത്രിമാരും എന്തായിരിക്കില്ല, അംഗങ്ങളായിരിക്കില്ല. മറിച്ച് ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ആണ് നമ്മൾ സ്പെസിഫിക് ചെയ്തൊരു റീജിയൺ ഉണ്ടാക്കുന്നതെങ്കിൽ, റീജിയണൽ കൗൺസിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഭാഗത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര്, ആ ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ലഫ്റ്റനന്റ് ഗവർണർമാര്, ഇവരെയൊക്കെ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ സൗത്ത് ഇന്ത്യക്ക് മാത്രമായിട്ട് ഒരു റീജിയണൽ കൗൺസിൽ ഉണ്ടാക്കിയെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും എന്താണ്, ആന്ധ്ര, തെലങ്കാന, കർണാടക, കേരളം, തമിഴ്നാട്, ഇങ്ങനെ ഈ പറയുന്ന സ്റ്റേറ്റുകളുടെ ആര് വരും? മുഖ്യമന്ത്രിമാര് വരും. പിന്നെ എന്താണ്, ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്ററും ഈ പറയുന്ന റീജിയണൽ കൗൺസിലിൽ എന്തായിരിക്കും, അംഗമായിട്ട് വരും. ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രത്യേക പ്രശ്ന പരിഹാരത്തിനായിട്ട് രൂപീകരിക്കുന്നു. ഒരു പ്രത്യേക കാലാവധി ഉണ്ടാവും. അംഗങ്ങൾ എന്ന് പറയുന്നത് ആ റീജിയണിലുള്ള മുഖ്യമന്ത്രിമാരും ഈ പറയുന്ന ലഫ്റ്റനന്റ് ഗവർണർമാരുമാണ്. ഈ പറയുന്ന റീജിയണൽ കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നതും പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. പക്ഷെ എന്താണ്, അദ്ദേഹത്തിന് അസൗകര്യമുണ്ട് എങ്കിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കും എന്ന് പറയുക ഈ പറയുന്ന റീജിയണൽ കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നത്. എന്താണ് റീജിയണൽ കൗൺസിൽ? പ്രത്യേക പ്രശ്നപരിഹാരത്തിനായിട്ട് രൂപീകരിക്കുന്നു. ഒരു പ്രത്യേക കാലാവധി ഉണ്ടായിരിക്കും. അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. പ്രധാനമന്ത്രിയുടെ അഭാവത്തിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന റീജിയണൽ കൗൺസിലിന്റെ എന്ത് നടക്കുക, ചെയർമാൻഷിപ്പ് വഹിക്കുക. അപ്പോ ഇതാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചർ ഓഫ് ദ നീതി ആയോഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പോസിഷൻ ഓഫ് ദ നീതി ആയോഗ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ചെയർമാൻ ഉണ്ട്, പ്രധാനമന്ത്രിയാണ്, ആദ്യത്തേത് ആരാണ്? നരേന്ദ്രമോദിയാണ്. വൈസ് ചെയർമാൻ ഉണ്ട്, അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ്. ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനിഗരിയാണ്. ഇപ്പോഴത്തേത് ആരാണ്? ഇപ്പോഴത്തേത് സുമൻ ബേരിയാണ്. പിന്നെ എന്താണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. എന്താണ്, അതും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഗവൺമെന്റ് സെക്രട്ടറിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ്. ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത് ആരാണ്? സിന്ധു ശ്രീ ഗുള്ളറാണ്. ഇപ്പോഴത്തെ എന്താണ്? PVR സുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തേത്. പിന്നെ എന്താണ്, അധ്യക്ഷൻ ഉൾപ്പെടെ 5 സ്ഥിരാംഗങ്ങൾ ഉണ്ടാകും. താൽക്കാലിക അംഗങ്ങൾ 2 പേരുണ്ടാകും. എക്സ് ഒഫീഷ്യോ മെമ്പർമാർ 4 പേരുണ്ടാകും. അവരെന്തായിരിക്കണം? കേന്ദ്ര മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ ആയിരിക്കണം. അവരെ നോമിനേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. പിന്നെ എന്താണ്, എക്സ്പെർട്ടീസ് ആയിട്ടുള്ള എന്താണ് പ്രത്യേക ക്ഷണിതാക്കളും ഇവിടെ ഉണ്ടാകും. മാത്രമല്ല ഇതിനൊരു ഗവേണിംഗ് കൗൺസിലും റീജിയണൽ കൗൺസിലും ഉണ്ടാകും. ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പുതുച്ചേരി, ഡൽഹി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഇവർ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്.
റീജിയണൽ കൗൺസിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെടുന്നവയാണ്. അതിനൊരു പ്രത്യേക കാലാവധി ഉണ്ടായിരിക്കും. ചെയർമാൻഷിപ്പ് വഹിക്കുക എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഒരു വ്യക്തിയോ ആയിരിക്കും. ആ സ്പെസിഫിക് ആയിട്ടുള്ള റീജിയനിലുള്ള സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും മാത്രമായിരിക്കും എന്തെന്ന് പറയുക, റീജിയണൽ കൗൺസിൽ എന്ന് പറയുന്നതിൽ അംഗമായിട്ട് വരിക. ആ പോയിന്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നോക്കുക, ഈ പറയുന്ന നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 8 ഫെബ്രുവരി 2015 ഇതാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 8 ഫെബ്രുവരി 2015 നീതി ആയോഗ് രൂപീകരിച്ചതെന്നാണ്? അത് ജനുവരി 1, 2015 അത് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം 8-ാം തീയതിയാണ് ആദ്യത്തെ എന്ത് നടക്കുന്നത്? നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഇനി നീതി ആയോഗിന്റെ നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള എന്താണ് പ്ലാനുകളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നീതി ആയോഗിന്റെ ധർമ്മം അല്ലെങ്കിൽ ലക്ഷ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ നീതി ആയോഗ് അവരുടെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു 7 പില്ലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 7 തൂണുകളുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നീതി ആയോഗ് എന്ത് ചെയ്യുന്നത്? അവരുടെ ഭരണ നിർവഹണങ്ങൾ നടത്തുന്നത്. എന്തെല്ലാമാണ് അത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പ്രോ പീപ്പിൾ, രണ്ടാമത്തേത് പ്രോ ആക്ടിവിറ്റി, മൂന്നാമത്തേത് എന്താണ്? പാർട്ടിസിപ്പേഷൻ, നാലാമത്തേത് എന്താണ്? എംപവർമെന്റ്, അഞ്ചാമത്തേത് ഇൻക്ലൂഷൻ, ആറാമത്തേത് ഇക്വാളിറ്റി, ഏഴാമത്തേത് എന്താണ്? ട്രാൻസ്പെറൻസി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ എന്താണ്, ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വേണമെങ്കിൽ PSC ചോദിക്കാം, താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 7 പില്ലേഴ്സിൽ പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ പെടാത്തത് ഏതാണ് എന്നൊക്കെ വേണമെങ്കിൽ PSC എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പോ ഇവ ഓരോന്നും എന്താണെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്താണ് ഇവ ഓരോന്നും എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. നമുക്കപ്പോ ഓരോന്നായിട്ട് എടുത്തു നോക്കാം. ഒന്നാമത്തേത് പ്രോ പീപ്പിൾ ആണ്. ഒന്നാമത്തേത് എന്താണ്? പ്രോ പീപ്പിൾ ആണ്. പ്രോ പീപ്പിൾ എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ഇത്രയും ഉള്ളൂ: സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. എന്താണ്? സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആവശ്യങ്ങളെ മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് അത് നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? പ്രോ പീപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രോ പീപ്പിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? സമൂഹത്തിന്റെ ആവശ്യങ്ങൾ. എന്താണ്? സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക? അത് നേടുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രോ പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് പ്രോ ആക്ടിവിറ്റി ആണ്. എന്താണ്? പ്രോ ആക്ടിവിറ്റി ആണ്. എന്താണ് പ്രോ ആക്ടിവിറ്റി? പ്രോ പീപ്പിൾ എന്ന് പറയുന്നത് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക? അത് നേടാൻ മുൻകൂട്ടി പ്രവർത്തിക്കലാണെങ്കിൽ, പ്രോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പൗരന്മാരുടെ ആവശ്യങ്ങൾ. എന്താണ്? പൗരന്മാരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. എന്താണ് പ്രോ ആക്ടിവിറ്റി? എന്താണ്? പൗരന്മാരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവ നേടുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. പ്രോ പീപ്പിൾ എന്താണ്? പ്രോ പീപ്പിൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ആവശ്യം എന്താണ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവ നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. പ്രോ ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരന്മാരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്താണ്? പങ്കാളിത്തം അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ആണ്. എന്താണ്? പങ്കാളിത്തം അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ആണ്. അതായത് അത് ഇത്രയും ഉള്ളൂ. ഇപ്പൊ ഒരു പദ്ധതിയൊക്കെ ഗവൺമെന്റ് നടപ്പാക്കുന്നു, നീതി ആയോഗ് ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ അവര് ലക്ഷ്യം വെക്കുന്ന ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ നടപ്പാക്കും. ഇത് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ വിജയമായിട്ട് മാറുമോ? ഇല്ല. അതിലെന്ത് വേണം? ജനകീയ പങ്കാളിത്തം ഉണ്ടാകണം, ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? പദ്ധതി വിജയകരമായിട്ട് മാറുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. എന്തെന്ന് പറയുന്നത്?
പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം, ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുകയാണ്. ഈ സ്വച്ഛ് ഭാരത് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അതിൽ ജനങ്ങൾ കൂടി ഇൻവോൾവ് ആവണം, ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ആ പദ്ധതി എന്തായിട്ട് മാറുകയുള്ളൂ? ഒരു വിജയമായിട്ട് മാറുകയുള്ളൂ. അതാണ് പറയുന്നത് പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം. നാലാമത്തേത് നോക്കുക, എംപവറിങ് അല്ലെങ്കിൽ എംപവർമെന്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ശാക്തീകരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ശാക്തീകരണം? അതായത് ഈ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, അതുവഴി സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? എംപവർമെന്റ് എന്ന് പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എംപവറിങ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഞ്ചാമത്തേത് ഇൻക്ലൂഷൻ അഥവാ ഉൾപ്പെടുത്തുക, ഉൾക്കൊള്ളിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതെന്താ അർത്ഥമാക്കുന്നത്? പദ്ധതികളിൽ SC/ST വിഭാഗങ്ങളെ, OBC വിഭാഗങ്ങളെ, മൈനോറിറ്റികൾ, രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ, ഇവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പദ്ധതികൾ വേണം എന്ത് ചെയ്യാൻ? നടപ്പിലാക്കുവാൻ. ഇവരെ എന്താണ് ഒഴിവാക്കി മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യരുത്? പദ്ധതികൾ നടപ്പാക്കരുത്. അതെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഇക്വാളിറ്റി, ആറാമത് എന്താണ്? ഇക്വാളിറ്റി, സമത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യുന്നതിനായിട്ടാ? പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാ. ഏഴാമത്തേത് ട്രാൻസ്പെറൻസി. എന്താണ് ട്രാൻസ്പെറൻസി? സുതാര്യമായിരിക്കണം. പദ്ധതികൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ എന്താണ്? രഹസ്യ അജണ്ടകളാകരുത്. അതെന്തായിരിക്കണം? ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നവ, മനസ്സിലാക്കാൻ കഴിയുന്നവ, ട്രാൻസ്പെറന്റ് ആയിരിക്കണം. എന്താണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്? സുതാര്യമായിരിക്കണം. അപ്പൊ എന്താണ്? നീതി ആയോഗിന്റെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് എന്താണ്? 7 തൂണുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് പ്രോ പീപ്പിൾ. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവ നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. പ്രോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പൗരന്മാരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവ നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. പിന്നെന്താണ്? മൂന്നാമത്തേത് പാർട്ടിസിപ്പേഷൻ ആണ്. എന്താണ്? ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാക്കുക. 4 എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. അതായത് എന്താണ്? സ്ത്രീകളുടെ പദ്ധതികളുടെ ആലോചനയിൽ, നടപ്പിലാക്കൽ, എല്ലാത്തിലും എന്തുകൊണ്ടുവരിക? സ്ത്രീ പങ്കാളിത്തം കൊണ്ടുവരിക. അഞ്ചാമത്തേത് ഇൻക്ലൂഷൻ ആണ്. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ SC/ST, OBC, മറ്റു മൈനോറിറ്റി വിഭാഗങ്ങൾ, ഇവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാവൂ? ഇവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ പദ്ധതി എന്ത് ചെയ്യാൻ പാടുള്ളൂ? നടപ്പിലാക്കുവാനായിട്ട് പാടുള്ളൂ. ആറാമത്തേത് ഇക്വാളിറ്റി ആണ്. ഏഴാമത്തേത് എന്താണ്? ട്രാൻസ്പെറൻസി ആണ്. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ പദ്ധതിക്ക് എന്താണ്? രഹസ്യ അജണ്ടകളോ ലക്ഷ്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. എന്താണ്? ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ജനങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കണം. ഇത് 7ഉമാണ് എന്തെന്ന് പറയുന്നത്? നീതി ആയോഗിന്റെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട 7 പില്ലേഴ്സ് അല്ലെങ്കിൽ 7 തൂണുകൾ എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നോക്കുക, നീതി ആയോഗിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനം. സ്വതന്ത്ര സ്ഥാപനം എന്നുള്ളതിന് പകരം നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് സ്വയംഭരണ സ്ഥാപനം എന്നുള്ളതാണ്. സ്വതന്ത്ര സ്ഥാപനം എന്നുള്ളതല്ല. നീതി ആയോഗിന് കീഴിലുള്ള സ്വയം ഭരണ സ്ഥാപനം ഏതാണ് എന്നുള്ളതാണ്. സ്വതന്ത്ര സ്ഥാപനമല്ല, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദ്യം. നീതി ആയോഗിന് കീഴിലുള്ള സ്വയം ഭരണ സ്ഥാപനം, അതിന്റെ പേരാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, NILERD എന്ന് പറയും. അതായത് നമ്മളുടെ മാനുഷിക വിഭവശേഷി, അതിന്റെ ഉപയോഗം, അതിന് ട്രെയിനിങ് കൊടുക്കുക, അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി നീതി ആയോഗിന്റെ അറ്റാച്ച്ഡ് ഓഫീസാണ് എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്, DMEO എന്ന് പറയും. എന്താണ്? ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്. അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക തുടങ്ങിയവയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഓഫീസിന്റെ കർമ്മം എന്ന് പറയുന്നത്. ഇത്
നീതി ആയോഗിന്റെ ഭാഗമായിട്ട് സ്ഥാപിക്കുന്നത് എന്നാണ്? സ്ഥാപിക്കുന്നത് 18 സെപ്റ്റംബർ 2015 DMPO എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. അപ്പൊ എന്താണ്? നീതി ആയോഗിന് കീഴിലുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് NILERT, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നീതി ആയോഗിന്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസാണ് എന്തെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. ഇത് സ്ഥാപിച്ചത് എന്നാണ്? 18 സെപ്റ്റംബർ 2015. അപ്പൊ എന്താണ്? ഇതോടുകൂടി എന്താണ്? നീതി ആയോഗ് എന്ന് പറയുന്ന ഭാഗവും എന്താണ്? കഴിയുകയാണ്. അപ്പൊ നമ്മള് ആ 2 ചാപ്റ്ററിലായിട്ട് നമ്മൾ LDCയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താണ് LDCയുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗ് എന്ന് പറയുന്ന സിലബസിലുള്ള ഒരു വിഷയമാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പോ പഠിച്ചു കഴിഞ്ഞത്. ഒരുവിധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മള് നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക? റാങ്ക് ഫയൽ ഒക്കെ എടുത്തു വെച്ചിട്ട് അതും ഇതുമായിട്ട് ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? ഇപ്പൊ ഈ എടുത്ത കാര്യങ്ങൾ ഇത് വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് വളരെ മിക്കവാറും 1 മാർക്കിനുള്ള ഒരു ചോദ്യം ഈ ഭാഗത്തു നിന്ന് വരുവാനുള്ള എല്ലാ സാധ്യതകളും എന്തുണ്ട്? ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവരും വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.